വരുന്നതാണ്. അപ്പൊ അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാവരുത്. അല്ല എന്താ ചെയ്യരുതെന്ന് പറഞ്ഞത്? ഖുർആൻ ഒരു 6 കാര്യം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 6 കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം തീരും. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. ഖുർആനിലെ രാത്രി പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ ഖുർആനിലെ സ്ത്രീ തീർന്നാൽ ഖുർആനിലെ രാത്രി, ഇല്ലെങ്കിൽ നാളെ ഖുർആനിലെ സ്ത്രീ. ഒരു 6 കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് അത് ചെയ്യും. സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിപ്പിക്കും, ചെയ്യിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? മുസ്ലിയാർ ഇടി കിട്ടണ പരിപാടിയാണല്ലോ പറയുന്നത്. BP ഉണ്ട് ആർക്കെങ്കിലും? BP ഉള്ളവരുണ്ട്? BP എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭാര്യയെ പേടിയുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവിന്, ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ ആവശ്യം അവര് മാത്രം കേട്ടാൽ പോരാ, ഭർത്താവും കൂടെ കിട്ടി 2 പേരും കൂടെ ഇരുന്ന് കേൾക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മൾ അതിന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഖുർആനിലെ സ്ത്രീ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, നാളെ 2 പേർക്കും കൂടെ ഉള്ള കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന നാളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പറയണോ കുടുംബജീവിതം? ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന് സ്ത്രീകളുടെ മാത്രം പറഞ്ഞിരിക്കാം. നാളെ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കണം. എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ബാധ്യത എന്താ? എന്റെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? വീട്ടിൽ പോയി അവള് നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് പിടിക്കുന്നുണ്ടോ, ദിക്ർ ചെല്ലുന്നുണ്ടോ, അവള് മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? ഇല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം കയറി വന്ന് വീണ്ടും പോയി കിടന്നു പിന്നെ ഇതല്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചുള്ള ജോലി എന്താ? അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം. ചുമ്മാ ഇതിലെ കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. അത്യാവശ്യം കഴിഞ്ഞാൽ അവിടെ പോകണം, വീട്ടിൽ പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹാബി ഒരു കുതിരയിൽ സ്പീഡിൽ അങ്ങ് പോവാണ്. മറ്റുള്ള സഹാബാക്കളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഒരു സഹാബി കുതിരപ്പുറത്ത് കയറി ഭയങ്കര സ്പീഡിൽ പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാറിലൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ ചില ചെറുപ്പക്കാർ ബൈക്കിൽ പോകണമില്ലേ, വെടി കൊണ്ട വെരുക് പോണമാരൊരു പോക്ക് പോണതാണ്. നമ്മളിങ്ങനെ കാറിയിരിക്കും, ഒരു പോക്കങ്ങോട്ട് പോണതാണ്. അവന്റെ പുറകിൽ അവന്റെ ആസനത്തിൽ ആരോ പടക്കം വെച്ചിട്ട് പുറകെ തീയും കൊളുത്തിക്കൊണ്ട് പറഞ്ഞമാര് ഒരു പോക്കാണ്, അവൻ നിൽക്കൂല എന്ന് പറഞ്ഞമാരി ഒരു സഹാബി, റസൂലുള്ള പോലും പുറകെ വരുന്നുള്ളൂ, ഒരു സഹാബി കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പുറകെ ഓടി ആ സഹാബിയുടെ തൊട്ടടുത്തെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ജാബിർ, ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിറെ, ഇത്ര സ്പീഡിൽ നീ എവിടേക്ക് പോവുകയാണ്? ഞങ്ങളൊക്കെ പുറകിലല്ലേ. എവിടേക്കാണ് ജാബിറെ നീ പോകുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തെല്ലു നാണത്തോടെ റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളെ ആയുള്ളൂ, അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്കട്ടെ നബിയെ. റസൂലുള്ളാഹിയോട് ജാബിർ തന്നെ, നബി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളല്ലേ ആയുള്ളൂ, അപ്പൊ അത്യാവശ്യമൊക്കെ കഴിഞ്ഞല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ഞാനിനി വീട്ടിൽ പോട്ടെ നബിയെ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞ വീട്ടിൽ പോണം. ചുമ്മാ സെയ്ദ് ദുഖാനി കാജാബീഡിയും വലിച്ച് ന്യായവും പറഞ്ഞ് റോട്ടിൽ നിൽക്കരുത്. മഗ്‌രിബായി, സന്ധ്യയായി, പണിയൊക്കെ കഴിഞ്ഞ് വന്നു, ഓഫീസ് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി നടക്കാൻ. നേരെ സന്ധ്യ ആകുമ്പോ എവിടെ പോകണം? സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ പോകണം, മഗ്‌രിബാകുമ്പോൾ വീട്ടിൽ എത്തണം. പെണ്ണുങ്ങളൊക്കെ മുസ്ലിയാരെ വാത് പറയിപ്പിച്ച് 2 സീരിയൽ കാണാൻ അത് സമ്മതിക്കില്ല. അങ്ങേര് 6 മണിക്ക് വീട്ടിൽ കയറി വന്നാൽ ഇനിയിപ്പോ അത് കാണാൻ പറ്റും. സന്ധ്യയാകുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞാൽ ഒരു ഭർത്താവ് വീട്ടിലെത്തണം. എന്നിട്ട് തന്റെ ഭാര്യ മഗ്‌രിബ് നിസ്കരിച്ചോ, വീട്ടിൽ മക്കള് ഖുർആൻ ഓതുന്നോ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം നന്നാവില്ല. കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 85% വീടുകളിലും ദാമ്പത്യ ബന്ധം തകർച്ചയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ 100 വീടുണ്ടെങ്കിൽ 15 വീട്ടിലെ സമാധാനമുള്ളൂ, 85 വീട്ടിലും പ്രശ്നമാണ്. പിന്നെ ചിലതൊക്കെ വെളിയിലറിയും, ചിലതൊക്കെ വെളിയിലറിയാതെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കും. അവസാനം എവിടെയെങ്കിലും പോയി എത്തും. ഇതാണ് അവസ്ഥ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ആ ബന്ധങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഇന്ന് ചെന്ന് പറയണം, കേൾപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കൊരു വലിയ ആത്മവിശ്വാസം തോന്നല്ല. ഈ കണ്ടുകുഴിയ അല്ലേ? കണ്ടുകുഴി
അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാർ. അപ്പൊ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല, അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അപ്പൊ അല്ലാഹു സ്ത്രീകളോട് ഏതൊക്കെ കാര്യമാ ചെയ്യരുതെന്ന് പറഞ്ഞത്, എന്തൊക്കെയാ ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോളി. സൂറത്തുൽ അഹ്സാബ് അല്ലാഹു പറയുകയാണ്, യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ലഇന ബിൽ ഖൗൽ ഫയത്മഉ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വകുല്ല ഖൗലൻ മഅറൂഫാ. അല്ലാഹ് പറയുകയാണ്, ഓ നിസാകളെ, ഓ സ്ത്രീകളെ, ഇനി തഖൈതുന്ന, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, അള്ളാന്റെ കത്തിജ്വലിക്കുന്ന നരകം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നാളെ അള്ളാനെ പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, ഒന്നാമതായിട്ട് സ്ത്രീകളോട് അല്ലാഹ് പറയുകയാണ്, ഫലാ തഖ്ലൈന ബിൽ ഖൗൽ, നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതേ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമത് പറയുന്നു, അന്യപുരുഷനോട് നീ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. ഒന്നാമത്തേതാണ് സംസാരത്തിൽ മിതത്വം പാലിക്കുക, സംസാരത്തിൽ മിതത്വം പാലിക്കുക. ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. എന്തേ ഖുർആൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു? നിങ്ങൾ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? എല്ലാത്തിന്റെയും തുടക്കം സംസാരമാണ്, അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? സംസാരമാണ്. ഒരു മിസ് കോൾ വന്നു, തിരിച്ചു വിളിച്ചു, സംസാരിച്ചു, അടുത്തു. അതിലൂടെയാണല്ലോ ബന്ധങ്ങൾ പെരുകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാവോ? സംസാരം ഉണ്ടാവാൻ പാടില്ല. വ്യഭിചാരമൊക്കെ പിന്നേണ്ടാണ്, ആദ്യ സംസാരമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മളൊരു മാനസികമായ വശം മനസ്സിലാക്കിയാല് വെറുതെ നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞ് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ഉണ്ടാവരുതെന്നാണ് എന്റെ അർത്ഥം. ആ സാഹചര്യം ഉണ്ടാവരുത്. സ്വർഗ്ഗം നഷ്ടമാകുന്ന ഒന്നും നീ ചെയ്യാൻ പാടില്ല. ഇല്ല, നമ്മള് നല്ല കരിമീൻ പൊരിച്ചു കൊണ്ടുവന്നേ കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച്, നല്ല കരിമീൻ പൊരിച്ച് കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച്, അള്ളാഹുടെ മുത്തറസൂലാണ് നീ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? അള്ളാഹുടെ സത്യം, പൂച്ച നീ ഇത് തിന്നല്ലേ, കരിമീനായിരിക്കണവൻ അവന്റെ മുമ്പിൽ വായി കൊണ്ട് വെച്ചിട്ട് അള്ളാഹുടെ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? ഇല്ല. അതുകൊണ്ട് ഖുർആൻ ഇവിടെ എടുത്ത സമീപനം എന്താ? ആ അവസരം ഇല്ലാതാക്കുക. പണ്ട് എസ് എ ജമീലിന്റെ ഒരു പാട്ടില്ലേ, ദുബായ് കത്തുപാട്ട്, എസ് എ ജമീലിന്റെ. പണ്ട് ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാവില്ല, നേരത്തെ ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാം ദുബൈ കത്തുപാട്ട്. അറിയില്ല അഷ്റഫ് സാഹിബ്? പണ്ട് നേരത്തെ ഗൾഫിൽ നിന്നവർക്കൊക്കെ അറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, കുറച്ചുകൂടിയൊക്കെ ഏജ് ആയ ആളുകൾക്ക് അറിയാം. പണ്ട് ഈ ടെലിഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ദുബൈയിലോട്ട് കത്തുപാട്ട്. എനിക്ക് പാട്ടുപാടാൻ അറിഞ്ഞൂടെ? ഉഷാദൂലിയാണ് പാട്ട് പാടിയത്, എനിക്കത് അറിഞ്ഞുകൂടാ. എന്തായാലും ആവട്ടെ. അപ്പൊ എസ് എ ജമീൻ ഒരു ഭാര്യ ദുബൈയിലിരിക്കുന്ന ഭർത്താവിന് എഴുതുന്ന ഒരു കത്തുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കൂടെ പോയവരൊക്കെ തിരിച്ചു വന്നു, നിങ്ങൾ മാത്രം തിരിച്ചു വരാത്ത എന്താ? ഞാൻ ഇവിടെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാനൊരു പെണ്ണാണ്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല, ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം ഓർക്കണമെന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലേ. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരം ഉണ്ടാകുമ്പോഴാണ് ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. അവസരം ഉണ്ടാക്കാൻ പാടില്ല. ഇത് മാനസികമായ സമീപനമാണ്, അല്ലാതെ ഖുർആൻ വെറുതെ തത്വം പറയലല്ല. മനുഷ്യനെ പ്രായോഗികവൽക്കരണത്തിലേക്ക് കാണിച്ചു നടന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ആദ്യമായി സംസാരത്തിലൂടെയാണ് അവിഹിതമായ ബന്ധങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് നീ അന്യപുരുഷനോട് പെണ്ണെ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. അതെന്തുകൊണ്ടായി അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതെന്ന് പറയുന്നത്? പെണ്ണുങ്ങൾ മോശമായതുകൊണ്ടല്ല, ഇരിക്കുന്ന സ്ത്രീകൾ മോശമായിട്ടില്ല. നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാ, പള്ളി പെയിന്റ് അടിക്കാൻ 5 സ്വർണം തരണേ, അതുകൊണ്ട് നിങ്ങൾ നല്ല ആളുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയുന്നത്? ഈ ഇരിക്കണ പുരുഷന്മാര് ശരിയല്ല, നിങ്ങളോട് സംസാരിക്കണ പുരുഷന്മാര് ശരിയല്ല, നിങ്ങൾ നല്ല ആളുകളാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുന്നത് കേൾക്കുക. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ.
ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി, ഓ പെണ്ണെ, നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷനുണ്ടല്ലോ, അവൻ ചിലപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവനായേക്കാം, അവനൊരു ഞരമ്പ് രോഗിയായേക്കാം. സ്ത്രീയുടെ സ്വരവും ഒരു സ്ത്രൈണതയുടെ സ്വരമാണ്. അവളുടെ സ്വരത്തിന് ലാസ്യഭാവങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ സ്വരം പുരുഷന്റെ മധുരമായ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പുരുഷൻ നിന്നെ ആഗ്രഹിച്ചു വരുന്നവൻ മൃദുലമായ വികാരമുള്ളവനാണ്. അവനോട് നീ സംസാരിക്കരുതേ. അള്ള പറഞ്ഞു ഫയത്മഉല്ലദീ ഫീ ഖൽബി, സംസാരിക്കാൻ വന്ന പുരുഷൻ ഞരമ്പ് രോഗിയായേക്കാം. ഞാൻ പറയണല്ലാട്ടോ, ഖുർആന്റെ അർത്ഥമാണ്. ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലുണ്ട് മറലുൻ. എന്തോന്നാ ഇസ്ലാമി അർത്ഥം? രോഗം ഉണ്ട് അല്ലെ? ആ രോഗമാണ് ഞരമ്പ് രോഗം. അവനോട് സംസാരിക്കരുത്. ആ സംസാരം പോലും ആരെയും വീഴ്ത്തും. എന്റെ സഹോദരങ്ങൾ, ഒന്നും വേണ്ട. നെടുമങ്ങാട് പകഞ്ഞാറമൂട് പനയമുട്ടത്ത് ഹർഷകുമാറും റജീലാ ബീവിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? റജീലാ ബീവിയുടെ ജേഷ്ഠത്തി ഒരു ദിവസം മൊബൈൽ ഫോണിൽ വിളിക്കാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത് താമസിക്കുന്ന ജീപ്പ് ഡ്രൈവറായ ഹർഷകുമാറിന്റെ മൊബൈലിൽ നിന്ന് റജീലാ ബീവിയെ വിളിച്ചതിന് ശേഷം ഹർഷകുമാർ ആ ഫോണിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ അകലാൻ കഴിയാത്ത ബന്ധമായി. ആര്? 28 വയസ്സുകാരനും 40 വയസ്സുകാരിയും തമ്മിൽ. തുടക്കം എവിടെയാ? സംസാരത്തിലാണ്. ഖുർആൻ പടിതടച്ചു പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ശബ്ദ ശ്രവിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എന്ത് ചെയ്യും? ഒരു അന്യപുരുഷൻ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കടയിൽ പോയി സംസാരിക്കണ്ടേ? വീട്ടില് പോസ്റ്റ്മാൻ വന്നു, നിങ്ങൾക്കൊരു കത്തുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്ന, ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി, പ്രഷർ വന്നു, ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ ആ കുപ്പായത്തിന്റെ കൈയൊന്ന് എന്ന് പറഞ്ഞ് 1:30 ദൂരദർശനി വാർത്ത വായിക്കണോ? പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ ഒരാളോട് സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പലരോട് സംസാരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? അത് തന്നെ അല്ല തന്നെ പറഞ്ഞു തരട്ടെ. അള്ളാഹു തന്നെ പറയുകയാണ്, നിനക്ക് സംസാരിക്കേണ്ടി വന്നോ, വഖുൽന ഖൗലൻ മഅറൂഫാ, വഖുൽന ഖൗലൻ മഅറൂഫാ. തറവാട്ടിലെ പറന്ന പെണ്ണിനെ പോലെ, അഭിമാനമുള്ള പെണ്ണിനെ പോലെ, ലജ്ജയുള്ള പെണ്ണിനെ പോലെ, കുടുംബത്തിൽ പറന്ന പെണ്ണിനെ പോലെ മാന്യമായിട്ട് നീ സംസാരിക്കണേ. മാന്യമായിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മാറിപ്പോയിക്കൊള്ളുക. അല്ല പറഞ്ഞ നീ ഊമയൊന്നും ആവണ്ട. സംസാരിച്ചപ്പോ കൊല്ല കൗലം മഅറൂഫ, മാന്യമായ രീതിയിൽ സംസാരിച്ചോളി. ഒരാൾ വന്ന് സംസാരിക്കേണ്ടി വന്നു, മാന്യമായിട്ടൊരു ശൈലിയില്ലേ? ഇപ്പൊ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു, കോളിംഗ് ബെൽ അടിച്ചു, താത്ത വന്ന് വാതിൽ തുറന്നു. ഭർത്താവില്ല, അവള് മാത്രമേ വീട്ടിലുള്ളൂ. ഭർത്താവ് വന്നിട്ട് കൂട്ടുകാരൻ ചോദിച്ചു, പിന്നെ ഭർത്താവ് ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചാലേ ഒരു 82 ഡിഗ്രി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആ വാതുപ്പടിയിലോട്ട് ചാരി അങ്ങ് വന്ന് വളയും കൊലുസും ഒക്കെ കയ്യിൽ കാണിച്ചിട്ട്, ഭർത്താവ് ഇവിടെ ഇല്ല, രാവിലെ പോത്തങ്കോട് പോണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, എപ്പം വരുമെന്ന് പറയാൻ പറ്റൂല, വരണ്ട സമയം കഴിഞ്ഞു, സാധാരണ ഈ സമയത്തൊക്കെ തിരിച്ചു വരണം, പക്ഷെ ഇതവരെ കണ്ടില്ല, എന്താന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും, സെൽ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, 9447453660. ഇത്രയും പറയാൻ നിൽക്കണ്ടാതി. അവൻ ചോദിച്ചത് ഭർത്താവ് ഉണ്ടോന്നാണ്, നീ പറഞ്ഞതോ? അവൻ ആകെ ചോദിച്ചെന്താ, ഭർത്താവ് ഇവിടെ ഉണ്ടാന്നാണ് അവൻ ചോദിച്ചത്.